ആശയങ്ങൾ കൊണ്ടും അവതരണം കൊണ്ടും സംസ്ഥാന കലോത്സവത്തിലെ നാടകവേദി ആസ്വാദകരുടെ മനം കവർന്നു. സമകാലീന സംഭവങ്ങളിലൂടെ സമൂഹത്തിനുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു വിദ്യാർത്ഥികളുടെ അഭിനയ കലയിലൂടെ പ്രകടമായത്. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 11ാം വേദിയായ കർണികാരത്തിലാണ് ഹൈസ്കൂൾ വിഭാഗം നാടകം അരങ്ങേറിയത്. തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് കുട്ടിക്കൂട്ടങ്ങൾ തകർത്തഭിനയിച്ചത്. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ കലാകാരന്മാർ നേരിടുന്ന വെല്ലുവിളികൾ അഭിനയ മുഹൂർത്തമായി. കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് വേങ്ങാട് EK നായനാർ ഹയർ സെക്കൻഡറി സ്കൂൾ അരങ്ങിലെത്തിച്ച ഓട്ടോച്ചി കല്യാണി എന്ന നാടകം ശ്രദ്ധേയമായി. മറ്റുള്ളവരുടെ കഴിവുകളുടെ പിതൃത്വം ഏറ്റെടുത്ത് കേമന്മാരാകാൻ ശ്രമിക്കുന്നവർ ചെന്നുചാടുന്ന അപകടത്തെ ഓർമ്മപ്പെടുത്തുന്ന നാടകമായിരുന്നു ഇത്. പ്രതികാര മനോഭാവവും അപകർഷതാബോധവും നല്ലതല്ലെന്ന് ഈ നാടകം ഉദ്ബോധിപ്പിച്ചു. അപ്പീലിലൂടെ എത്തിയ ഈ നാടകം A ഗ്രേഡ് കരസ്ഥമാക്കി. മ്യാൻമാറിലെ ആഭ്യന്തര യുദ്ധം കാരണം അഭയാർത്ഥികളാക്കപ്പെടുന്ന റോഹിംഗ്യൻ കുട്ടികൾ നേരിടേണ്ടി വന്ന ദുരിതമായിരുന്നു തലശ്ശേരി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ചുഴി എന്ന നാടകത്തിന്റെ പ്രമേയം. കാസർഗോഡ് ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ വേദിയിലെത്തിച്ച അരണപ്പാച്ചിൽ എന്ന നാടകം അരണ കടിച്ചാലുടൻ മരണമെന്ന പ്രചാരണത്തെ പൊളിച്ചടുക്കി. കോട്ടയം ഭരണങ്ങാനം SSGHSS അവതരിപ്പിച്ച C4 ചിക്കൻ നാടൻ കോഴികൾക്കിടയിലെത്തിപ്പെടുന്ന ബ്രോയിലർ കോഴികളുടെ കഥയാണ് പറഞ്ഞത്. പഴമയെ പൂർണ്ണമായും അവജ്ഞതയോടെ സമീപിക്കുന്ന പുതിയ തലമുറയോടുള്ള ചോദ്യമാണ് തിരുവനന്തപുരം നെല്ലിമൂട് സെന്റ് ക്രിസോസ്റ്റം GHSSന്റെ അമ്മകം എന്ന നാടകം ഉയർത്തിയത്. ആകെ 18 നാടകമാണുണ്ടായിരുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം നാടകം നാളെ നടക്കും.